ഹലോ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ സെഷൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇപ്പം നാട്ടിൽ മഴയൊക്കെ അല്ലേ, മഴയൊക്കെ ആസ്വദിച്ച് ഫ്രഷായി വീട്ടിലെത്തി ഒരു ചൂട് ചായ കാണാൻ, തണുപ്പത്ത് ചൂട് ചായ കുടിക്കാൻ ഭയങ്കര ഫീൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ചൂട് ചായയും കുടിച്ച് നല്ല ഫുൾ ഓൺ എനർജി ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത്, അതായത് ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ. അതായത് ഞങ്ങൾ എഴുതിയ പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ ശരിയാണോ, കറക്റ്റ് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ അറിയില്ല, ആ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും അല്ലേ. ഇൻ കേസ് ഈ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഈ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ കിട്ടാനും ബാക്കിയുള്ളവരെ പോലെ വീട്ടിലെത്തി അത് ആൻസർ എഴുതി, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് 2 or 3 hours മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ റിലീസ് ചെയ്യും. അപ്പോൾ അത് എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളവരെ പോലെ ആൻസർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലാകാം. ശരിക്കും അതാണ് ഒരു നല്ലൊരു ഓപ്ഷൻ. കാരണം നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കപ്പാസിറ്റി എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട്, അത് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഏരിയാസ്, അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എനർജിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? അത് ഞാൻ ഏത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ യൂണിറ്റ് 1 നിന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, ഇതാണ് ഞാൻ അന്ന് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്, ഓർക്കുന്നുണ്ടോ? ഇംപ്ലോയിഡ് കോൺട്രാക്ട്, പിന്നെ വോയിഡ് കോൺട്രാക്ട്, അതായത് എന്താ കൂലിയുടെ കേസ്, പിന്നെ ലണ്ടൻ ഷുഗർ ഫാക്ടറി ഫയറോ നശമൊക്കെ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സെയിം ചാപ്റ്ററിൽ യൂണിറ്റ് 2 നിന്നുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് നിങ്ങൾക്ക് യൂണിറ്റ് 1 ഏതെങ്കിലും ഡൗട്ട് എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ അതായത് യൂണിറ്റ് 1 ഏതെങ്കിലും ഏരിയാസിൽ ഒരു ക്വസ്റ്റ്യൻ മൈൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളത് വിൽ ട്രൈ അല്ലെങ്കിൽ ബെസ്റ്റ് സോൾവ് ദാറ്റ് പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലം എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ സഹായിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും വൈകാതെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ടൊന്ന് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് പ്രൊവിഷൻ അത് ആപ്ലിക്കബിൾ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ക്വസ്റ്റ്യൻ ഒന്ന് ഇരുന്ന് വായിച്ച് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്, അതായത് ഏത് പ്രൊവിഷനാണെന്നുള്ളത്. ജസ്റ്റ് 2 minutes പോസ് ചെയ്ത് റീഡ് ചെയ്ത് വെക്കട്ടെ. വായിച്ചു കഴിഞ്ഞല്ലേ, നമുക്ക് ഇത് ഡിസ്കസ് ചെയ്താലോ. ഇവിടുത്തെ പറയുന്നത്, Mr. Ramlal Birla was a businessman of Pune city having 2 sons and 1 married daughter. അപ്പോൾ ഈടെ റാംലാൽ ബിർള എന്ന് പറഞ്ഞൊരു വലിയൊരു ബിസിനസ്മാൻ്റെ ആൾക്കുന്നുണ്ട്, 2 ആൺകുട്ടികളുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടിയുണ്ട്. ഓക്കെ, ഹി ഡിസൈഡഡ് ടു ഗിഫ്റ്റ് ഹിസ് ഹൗസ് ടു ഹിസ് ഡോട്ടർ, അതായത് ആളുടെ മകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആളുടെ മകളുടെ പേരിൽ ആളുടെ വീട്, അതായത് ഈ മിസ്റ്റർ റാംലാൽ ബിർളയുടെ വീട് എന്ത് ചെയ്യുന്ന ആളുടെ മകളുടെ പേരിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആൾ ആഗ്രഹിക്കുന്നുണ്ട്. For this purpose, he called his lawyer at his house and made a written document for such gift. അപ്പം എന്ത് ചെയ്തു, ആളുടെ അഡ്വക്കേറ്റിനെ വിളിച്ചു, ലോയറിനെ വിളിച്ചു. കാരണം വലിയ ബിസിനസ്മാൻ ആകുമ്പോൾ അവർക്ക് ലീഗൽ അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു ഇൻഫോ അറിയാൻ വേണ്ടി, അതായത് കാര്യം പറയാൻ വേണ്ടി എന്ത് ചെയ്തു, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തു, ആളുടെ ലോയറിനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് എഴുതി. അതായത് എൻ്റെ മകൾക്ക് ഈ വീട് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും എന്നുള്ള രീതിയിൽ എഴുതി. അപ്പോൾ എന്ത് ചെയ്ത്, ലോയർ advised him to get the transfer document properly registered. അപ്പോൾ ലോയർ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മാത്രം പോലെ എന്ത് ചെയ്യണം, ഇത് രജിസ്റ്ററും കൂടി ചെയ്യണം. ഓക്കെ, when they both were going to registration of document, they met with an accident and both of them died. നിർഭാഗ്യവശാൽ എന്ത് ചെയ്തു, ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റും, അതായത് ഈ ലോയറും ഈ റാംനാഥ് ബിർള എന്ന വ്യക്തി എന്ത് ചെയ്തു, ആക്സിഡന്റിൽ പറ്റി മരിച്ചുപോയി. ഓക്കെ, later the daughter found the document and claimed the house on the basis of that document. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ മകൾക്ക്, അതായത് ഈ റാംലാൽ ബിർളയുടെ മകൾക്ക് എന്ത് ചെയ്തു, ഈ ഡോക്യുമെന്റ് കിട്ടി. അതായത് എൻ്റെ മകൾക്ക് ഞാൻ ഇഷ്ടദാനമായി ഈ വീട് എഴുതുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യുമെന്റ് കിട്ടി. സ്വാഭാവികമായിട്ട് മകൾ എന്ത് ചെയ്തു, ബാക്കി അവർ 2 മക്കളോട്, അതായത് ഈ റാംലാൽ ബിർളയുടെ 2 മക്കളോട് ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഈ വീട് എൻ്റെതാണ്, എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്,
എക്സ്പ്ലെയിൻ വെദർ ഷീ ക്യാൻ ഗെറ്റ് ദ ഹൗസ് ആസ് ഗിഫ്റ്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. നമ്മൾ ചോദിക്കുന്നത് ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം മകൾക്ക് ഈ വീട് കിട്ടുമോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി വായിച്ചു ഇത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഏത് പ്രൊവിഷനാണ് വരുന്നത്? കൺസിഡറേഷൻ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അല്ലേ? ഇതിൽ ഏത് പ്രൊവിഷനാണ് വരുന്നത് അറിയാണ്ട് പറ്റുമോ? ആണ് അതെ നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ സെക്ഷൻ നോക്കുന്നത്. നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ്റെ സെക്ഷൻ 25 സബ്സെക്ഷൻ 1. ഇതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആപ്ലിക്കബിൾ, അതായത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ വരുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് അതോ വേറെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ കിട്ടിയിട്ടുണ്ടോ? മേ ബി നിങ്ങൾക്ക് ആർക്ക് കിട്ടണമെന്ന് അറിയില്ല. സാധാരണ ഇവിടെ പറയുന്നത് മകൾക്ക് ഗിഫ്റ്റ് അല്ലേ കൊടുക്കുന്നത്, അല്ലേ? ഗിഫ്റ്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതേ സെയിം സെക്ഷൻ 25 പറയുന്നുണ്ട് എന്ത് കംപ്ലീറ്റഡ് ഗിഫ്റ്റ് എന്നുള്ള ഒരു പ്രൊവിഷൻ പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് വരാത്തെ? എന്തുകൊണ്ടാണ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ വന്നത് അറിയോ? ശരിക്കും ഇതിൽ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇത് ആരാണ് കൊടുക്കുന്നത്? അച്ഛൻ മകൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് പ്രൊവിഷനും കാട്ടിയും ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക ഈ നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊവിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് എന്ന് കണ്ടില്ലെങ്കിൽ ചാടി കയറി ഈ കംപ്ലീറ്റ് ഗിഫ്റ്റിന്റെ പ്രൊവിഷൻ എഴുതാൻ നിൽക്കരുത് നിങ്ങളുടെ ആൻസർ ഇട്ട്. ഓക്കെ, ഇവിടെ ആർക്കാന്ന് കൊടുക്കുന്നത്? അച്ഛൻ മകൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഗിഫ്റ്റിന്റെ പ്രൊവിഷനും കാട്ടിയും ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക ഈ നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ ആയിരിക്കും. ഇനി നമുക്ക് പ്രൊവിഷൻ മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കട്ടെ. നോക്കാലോ. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടിയും അതായത് വാല്യുവേഷൻ ടീംസിന് ഒരു അട്രാക്റ്റീവ്നെസ്, അതായത് നല്ല രീതിയിൽ ഒരു അട്രാക്റ്റീവ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹെഡിങ് തന്നെ എന്ത് ഇടും? ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതി മാർജിനിൽ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ എ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ എ അല്ലേ? അപ്പോൾ 1ന്റെ എ എന്ന് എഴുതി എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ എഴുതും. എന്നിട്ട് ഹെഡിങ് കൊടുക്കും, പ്രൊവിഷൻ എഴുതി ഹെഡിങ് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ഒരു സീനിയർ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ പ്രൊവിഷൻ അനാലിസിസ് ഹെഡിങ് കൺക്ലൂഷൻ തൊട്ട് ഹെഡിങ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറച്ച് ഫേവറബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രൊവിഷൻ നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇവിടെ ഏത് പ്രൊവിഷൻ ആപ്റ്റ് ആവുന്ന? നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ സെക്ഷൻ അറിയണം. സെക്ഷൻ 25 സബ്സെക്ഷൻ 1 എന്ത് എഴുതി? അതും കൂടി എഴുതി. ഇപ്പൊ സെക്ഷൻ അറിയില്ലേ എഴുതണ്ട. ഓക്കെ, എനിക്ക് സെക്ഷൻ അറിയുന്നതുകൊണ്ട് നിങ്ങൾ എഴുതിയതാണ്. അറിയില്ല എഴുതണ്ട, വിട്ട് വെറുതെ എന്താണ് സെക്ഷൻ തെറ്റിയിട്ട് മാർക്ക് കുറക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊവിഷൻ എഴുതി ഹെഡിങ് കൊടുത്ത് നമ്മൾ എന്താ സ്റ്റാർട്ടി കയറി ഇതിന്റെ പ്രൊവിഷൻ അത് സ്റ്റാർട്ടിങ്ങിലേക്ക് ചെറിയ സ്റ്റാർട്ടിങ് കൊടുക്കാം. എങ്ങനെയാ? ജനറൽ റൂൾ ഇസ് ദാറ്റ് അഗ്രിമെന്റ് ഓർ കോൺട്രാക്ട് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. കാരണം സാധാരണ കേസ് പറഞ്ഞ പോലെ കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഇല്ലാതെ കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തില്ല, അത് വോയിഡ് ആണ്, വാലിഡ് ആയിട്ട് സ്ഥിരീകരിക്കുക. അതാണ് ജനറൽ റൂൾ. സാധാരണ രീതിയിൽ റൂൾ പറയുകയാണെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ദർ ഇസ് നോ കോൺട്രാക്ട് എന്നാണ്. ഓക്കെ, ബട്ട് നമ്മൾ ഈ പ്രൊവിഷനിലേക്ക് എത്തുന്ന രീതിയാണ്. ബട്ട് ദർ ആർ സം exemptions. ഈ എക്സെപ്ഷൻ ഉദ്ദേശിക്കുന്നത് that is contract is valid without consideration. Consideration ഇല്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആണ്. അതാണ് ഈ എക്സെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് one of it is agreement made out of natural love and affection. നമ്മൾ ഞാൻ പ്രൊവിഷനിലേക്ക് എത്തി. ഇനി ഈ നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ പ്രകാരം എല്ലാ എഗ്രിമെന്റും വാലിഡ് ആവും. മീൻസ് എല്ലാ എഗ്രിമെന്റും എല്ലാ കോൺട്രാക്റ്റും എന്ത് ചെയ്യും? വാലിഡ് സ്ഥിരീകരിക്കും. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഇല്ലല്ലോ. ഫോർ ദാറ്റ് ഫോളോയിങ് കണ്ടീഷൻസ് നീഡ് ടു ബി സാറ്റിസ്ഫൈഡ്. ചുമ്മാ നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ എഗ്രിമെന്റും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ വാലിഡ് ആവണമെന്നില്ല. അതിനെന്ത് ചെയ്യണം? ഈ താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇറ്റ് മസ്റ്റ് ബി റിട്ടേൺ, അതെന്താണ്? കോൺട്രാക്ട് റിട്ടേൺ ആയത് എഗ്രിമെന്റ് എഴുതിയിരിക്കണം. ഓറലി പറഞ്ഞാൽ പോരാ, എഴുതിയാൽ മാത്രം മതിയോ? ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് അണ്ടർ ലോ. അപ്പോൾ എഴുതിയാൽ മാത്രം പോലെ എന്ത് ചെയ്യണം? രജിസ്റ്റേർഡ് കൂടി ചെയ്തിരിക്കണം. ഓക്കെ, മൂന്നെന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ. നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ ഉണ്ടായിരിക്കാം. ലാസ്റ്റ് ഫൈനൽ പോയിന്റ് പാർട്ടീസ്
must be in a near relation between each other. അപ്പോൾ ഈ 4 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഈ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രകാരം കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് വാലിഡ് ആകത്തുള്ളൂ. അതായത് 4 സാറ്റിസ്ഫൈ ആണ്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോലെ ഈ 4 കണ്ടീഷൻ എന്തുണ്ടായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇഫ് ദീസ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ agreement made without consideration is valid. അപ്പോൾ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ എന്താണ്, എഗ്രിമെന്റ് ഇല്ലെങ്കിലും കൺസിഡറേഷൻ ഇല്ലെങ്കിലും എന്താണ്, ഈ കോൺട്രാക്ട് വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊവിഷൻ വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഇതിൻ്റെ അനാലിസിസ്, അതായത് സെക്കൻഡ് കണ്ടീഷൻ സെക്കൻഡ് സ്റ്റെപ്പായ അനാലിസിസ് ഓർ ഫാക്ട്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അനാലിസിസ് ഫാക്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ ആ സ്റ്റോറി അതേപോലെ ക്വസ്റ്റ്യൻ അതേപോലെ ഡിറ്റോ കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരാ. ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ പ്രൊവിഷനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കണം എന്താണ് എഴുതേണ്ടത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക്, എക്സ്പ്ലെയിൻ വെദർ ഷീ ക്യാൻ ഗെറ്റ് ദ ഹൗസ് ആസ് ഗിഫ്റ്റ് അണ്ടർ കോൺട്രാക്ട് ആക്ട്. ഗിഫ്റ്റ് കിട്ടോ ഇല്ല, അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടും പിന്നെ ഈ പ്രൊവിഷൻ അട്രാക്ട് ചെയ്തുകൊണ്ടോ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അനാലിസിസ് അല്ലെങ്കിൽ ഫാക്ട്സ് എഴുതാൻ. എങ്ങനെ എഴുതണ്ടേ, on the way to get the document registered, Ramlal Birla and his lawyer met with an accident and the document can't be രജിസ്റ്റർ. അതായത് ഈ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാൻ, ഗിഫ്റ്റ് കൊടുത്ത ഡോക്യുമെന്റ് ഇല്ലേ, അത് രജിസ്റ്റർ ചെയ്യുന്ന പോകുന്ന ടൈം ആയിട്ട് എന്താണ്, ഒരു ആക്സിഡന്റ് വന്നുകൊണ്ട് ഈ റാംലാൽ ബിർളയും അവർ ലോയർ എന്ത് ചെയ്തു, ആക്സിഡന്റിൽ പെട്ട് ആൻഡ് ഡേ ഡൈ. ഓക്കെ, അതും കൂടി അറിയാതെ എഴുതിയില്ല അല്ലേ, ആൻഡ് ഡൈ. ഹൻസ് ദ ഡോക്യുമെന്റ് കാൺട് ബി രജിസ്റ്റർ. അത് കൂടി എന്താണ്, ലേറ്റർ ദ ഡോട്ടർ ലേറ്റർ his daughter claimed that the house belongs to her, showing the written document. അതായത് ഈ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടിയാലല്ല എന്ത് ചെയ്തത്, ഈ ഡോക്ടർ പറഞ്ഞത് ഈ വീട് എന്റെയാണെന്ന്. അപ്പോൾ ഇതാണ് എന്ത് അനാലിസിസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവിഷനും എഴുതി അനാലിസിസും എഴുതി. ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, കൺക്ലൂഷൻ. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൺക്ലൂഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ പ്രൊവിഷനെയും അനാലിസിനെയും കണക്റ്റഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൺക്ലൂഷൻ എഴുതാൻ വേണ്ടി. നമുക്ക് നോക്കാം. ഇവിടെ എഗ്രിമെന്റ് റിട്ടേൺ ആണോ, അതായത് നമ്മൾ ഈ വീട് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അപ്പോൾ ഈ എഗ്രിമെന്റ് റിട്ടേൺ ആണോ, എഗ്രിമെന്റ് റിട്ടേൺ ആയിട്ടുണ്ട്. ഇനി എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കില്ല എന്ത് ചെയ്യുന്നത്, ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നത്. ഇനി എഗ്രിമെന്റ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രകാരമാണോ, അത് ശരിയാണ്. പാർട്ടീസ് നിയർ റിലേഷൻഷിപ്പ് ഉണ്ടോ, അതും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഈ എഗ്രിമെന്റ്, അതായത് ഈ എഗ്രിമെന്റ് ഈ കോൺട്രാക്ട് എന്ത് ചെയ്യത്തില്ല, അഗ്രിമെന്റ് വാലിഡ് ആവത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമുക്ക് കൺക്ലൂഷൻ എഴുതാം. ആസ് പെർ എബവ് ക്ലോസ് പ്രൊവിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, since the document is not registered, she can't claim the house as her. എന്തിനാ പറ്റില്ല, ആൾക്കാരുടെ വീട് എൻ്റെതാണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഡോക്യുമെന്റ് രജിസ്റ്റർ ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കീവേഡ്സ് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതും നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ എഴുതിയാൽ പോരാ, അതിൻ്റെ കീവേഡ്സ് എന്തുണ്ടായിരിക്കണം, നമ്മുടെ ആൻസറിൽ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ബോക്സ് ആയിട്ട് വെക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് അണ്ടർലൈൻ ചെയ്യുകയും വേണം. കാരണം എന്നാലും നമുക്കതൊരു ബെനിഫിറ്റ് ആകത്തുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എന്തൊക്കെയാണ് കീവേഡ്സ് നോക്കണ്ടേ. എന്താണ്,
ജനറൽ റൂൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അണ്ടർലൈൻ ചെയ്യും. ജനറൽ റൂൾ ഇസ് ദാറ്റ് എഗ്രിമെന്റ് മെയ്ഡ് കോൺട്രാക്ട് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് വോയിഡ്. ഓക്കെ, ബട്ട് ദർ ആർ സം എക്സംഷൻസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെ എക്സംഷൻസ്? എഗ്രിമെന്റ് മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് എഫെക്ഷൻ നമ്മുടെ പ്രൊവിഷനാണ്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്തു. എന്താണ് ഇനി കണ്ടീഷൻസ് ഒക്കെ എല്ലാം എന്താണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ, സോറി ഇറ്റ് must be written, it must be registered under law, it must be out of nature, love and affection, parties must be in a near relation between each other. ഇതാണ് എന്ത് ഇതിൽ കീവേഡ്സ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ആദ്യം ജനറൽ റൂൾ എന്താണെന്ന് പറഞ്ഞു, അത് അണ്ടർലൈൻ ചെയ്തു. എക്സംഷൻസ് ഉണ്ടെന്ന് അത് അണ്ടർലൈൻ ചെയ്തു. എക്സംഷൻ ഒന്ന് എന്താണ്, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, അതും അണ്ടർലൈൻ ചെയ്തു. കാരണം ഇതാണ് മെയിൻ പ്രൊവിഷൻ വരുന്നത്. ഈ പ്രൊവിഷൻ എല്ലാ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ കോൺട്രാക്റ്റും വാലിഡ് ആവും. എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ ഇല്ല. അതിന് 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആ 4 കണ്ടീഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്തു. എന്ത് ചെയ്യണം, ഈ 4 കേസാണ് മെയിൻലി വരുന്നത്. എന്താണ്, ഇഫ് ദീസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വാലിഡ്. ഇതും എന്താണ്, ഒരു കീവേഡാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് നമ്മുടെ കീവേഡ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് അനാലിസിസ് അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഇനി കൺക്ലൂഷനിൽ വരുമ്പോൾ എന്താണ്, സിൻസ് ദ ഡോക്യുമെന്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ്, ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷി കാൻ ക്ലെയിം ദ ഹൗസ് ആസ് ഹെർ. അപ്പോൾ ഈ ഡോക്യുമെന്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ആൻഡ് ഷി ക്യാൻ ഫൈനൽ ആൻസർ എന്ത് ചെയ്യണം, നമ്മുടെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമ്മുടെ സജസ്റ്റഡ് ആൻസർ, അതായത് ഈ ക്വസ്റ്റിന് സജസ്റ്റഡ് ആൻസർ എന്ന് നമുക്ക് കമ്പയർ ചെയ്താലോ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി ആൻസർ എന്താണ്, പ്രൊവിഷൻ, നമ്മൾ നേരത്തെ പ്രൊവിഷൻ എഴുതി അണ്ടർലൈൻ കൊടുത്തു. രജിസ്ട്രേഷൻ ഓഫ് കോൺട്രാക്ട് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ, നമ്മൾ നേരത്തെ എഴുതി നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷനുള്ള ആ ഒരു ഹെഡിങ് കൊടുത്തു. സെക്ഷൻ 25 ആണ്. സെക്ഷൻ 21 ആണ്. എന്താണ്, an agreement made without consideration is valid. അതായത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രകാരം an agreement made without consideration is valid. ഈ സെയിം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയിട്ടില്ല. ഇതാ, if these conditions are satisfied agreement without consideration is valid. ആ സെയിം സംഭവമാണ് എന്താണ് ഇവിടെ കീവേഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇനി എല്ലാ എഗ്രിമെന്റും നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ പ്രകാരം വാലിഡ് ആണോ, ഇല്ല. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്, എഴുതിയിട്ടില്ലേ, ഇഫ് ഇറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് ബി ഇൻ റിട്ടൺ. സെക്കൻഡ്, ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ, എന്ത് ചെയ്യണം, ഇവിടെ തന്നെ രജിസ്റ്റേർഡ് അണ്ടർ ലോ. സെക്കൻഡ് ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലേ. തേർഡ് എന്ത് ചെയ്യണം, ആൻഡ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ പാർട്ടീസ് സ്റ്റാൻഡിങ് നിയർ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. ഈ സംഭവം തന്നെ ഞങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 സംഭവം എന്താണ്, കീവേഡ്സ് ആണ്. ഈ സെയിം കീവേഡ്സ് നമ്മൾ എന്തിട്ടുണ്ട്, നമ്മുടെ ആൻസർ കീയിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റിട്ടേൺ ആൻസർ ലിസ്റ്റിലും ഉണ്ട്. ഓക്കെ, ഇനി അനാലിസിസ് നമ്മൾ കൊടുത്തു. എന്താണ്, ഇത് ഇൻസ്റ്റന്റ് കേസ് ട്രാൻസ്ഫർ വാസ് മെയ്ഡ് രാംലാൽ ബിർള ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ ബട്ട് നോട്ട് രജിസ്റ്റേർഡ്. അതിൻ്റെ ഞങ്ങളിവിടെ എഴുതി ഈ അനാലിസിസ് ഇല്ലേ, ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആക്സിഡന്റിൽ പോകുന്നതിന് മുമ്പായിട്ട് അതായത് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആക്സിഡന്റ് വന്നു, 2 പേര് അവർ മരണപ്പെട്ടു. അതുകൊണ്ട് എന്താണ് പറ്റിയിട്ടില്ല, ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കൺക്ലൂഷൻ എന്താ വരുന്നത്, ആൻഡ് ദ ട്രാൻസ്ഫർ ഇസ് നോട്ട് ഇമ്പോസിബിൾ. നമുക്ക് ഒരിക്കലും നമ്മൾ സജസ്റ്റഡ് ആൻസർ എഴുതാൻ പറ്റണമെന്നില്ല. നമുക്ക് ഇങ്ങനെ എഴുതാൻ നമുക്ക് ഇതിനൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം അതേപോലെ എക്സാക്റ്റ് ആയിട്ട് ഒരിക്കലും സജസ്റ്റഡ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നമുക്ക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല 3 കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത്. ഒന്ന് ഡയറക്റ്റ്, ഒന്ന് സിനാരിയോ ബേസ് സ്മോൾ സിനാരിയോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ മൂന്നാമത്തെ ഒരു ബിഗ് സിനാരിയോ. ഇങ്ങനെയാണ് ഒരു ബിഗ് സിനാരിയോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ, പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കീ വേർഡ്സ് എന്താണ് പ്രസൻറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അതായത് ലോ എഴുതി വായിച്ച് പഠിച്ചാൽ മാത്രം പോലെ എഴുതി പഠിക്കണം. അതിനൊരു ട്രിക്കിംഗ് കോഡ് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നോക്കേണ്ടത് വെച്ചാൽ ലോ പഠിക്കണമെങ്കിൽ മെയിൻലി നമുക്ക് ചെയ്യണം 4 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി ലോ ക്രാക്ക് ചെയ്യാം. ഈസിലി നമ്മുടെ സ്കോറിങ് എപ്പോഴാക്കി മാറ്റാം. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, റീഡ്, നല്ലോണം വായിക്കണം. ഈ വായിക്കണം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ
നമ്മൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പാണ് റിവൈസ്. ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിൽ ഈ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ. ഇനി ഓർത്തെടുക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താണ്, റൈറ്റ്. ആ റിവൈസ് സംഭവം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഈ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, 4th സ്റ്റെപ്പായ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലേക്ക് പോകുക. അതായത് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഈ പ്രൊവിഷൻ, അതായത് ഇന്നത്തെ ക്ലാസ്സുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഈസി നമുക്ക് പഠിച്ചെടുക്കാം. നല്ല സ്കോറോട് നമുക്ക് ലോ പാസ്സാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ കറക്റ്റ് ആയില്ലേ, ഫുള്ളി കംപ്ലീറ്റ് ആയില്ലേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഈ ഏരിയ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ മൈൻഡ് ചെയ്യാം. സോ ദിസ് ജാസിൻ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.